നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. FC ബാഴ്സലോണ കോപ്പ ഡെൽ റേയിൽ നിന്ന് പുറത്തായല്ലോ. 4-0 ആദ്യ പാദത്തിലെ തോൽവി, അതിന് പകരം വീട്ടാനിറങ്ങി 3-0 ജയിച്ചു. പക്ഷേ അഗ്രിഗേറ്റ് 4-3 പുറത്തായി. ഇനിയിപ്പോൾ ബാഴ്സലോണക്ക് ഈ സീസണിൽ ബാക്കിയുള്ളത്, സൂപ്പർ കപ്പ് അവർ ഓൾറെഡി നേടിയിട്ടുണ്ട്, ബാക്കിയുള്ളത് ലാലിഗയും ചാമ്പ്യൻസ് ലീഗുമാണ്. അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്ന് ഹാൻസി ഫ്ലിക്ക് പറയുന്നു. നമുക്കറിയാം, ഇപ്പോൾ യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ പ്രീ ക്വാർട്ടറിൽ അവരുടെ എതിരാളികൾ ന്യൂകാസിൽ യുണൈറ്റഡ് ആണ്. അതുപോലെ ലലീഗയിൽ അവർ 1ാം സ്ഥാനത്ത് പോവുകയാണ്. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ കോച്ച് ഇന്നലത്തെ തോൽവിക്ക് ശേഷം പറയുകയാണ്, വി ആർ ഗോയിങ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് മുന്നോട്ട് പോകാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു. ഒരുപാട് കാര്യങ്ങൾ ഇനിയും ലാലിഗയിൽ ചെയ്യാൻ ബാക്കിയുണ്ട്. ചാമ്പ്യൻസ് ലീഗിലും ഞങ്ങൾക്ക് ഒരുപാട് മുന്നോട്ട് പോവേണ്ടതുണ്ട്. ന്യൂകാസിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എതിരാളികളാണ്. അതുപോലെ തന്നെ ഇനി റിക്കവർ ആവുക, അടുത്ത മത്സരം ലലീഗയിൽ ബിൽബാവോക്കെതിരെ കളിക്കുക, അതിനെക്കുറിച്ച് മാത്രമാണ് ഞാനിപ്പോൾ ചിന്തിക്കുന്നുള്ളൂ. തീർച്ചയായിട്ടും ഈ കളിയിലെ എൻ്റെ താരങ്ങളുടെ പ്രകടനത്തിൽ ഞാൻ വളരെയധികം അഭിമാനം കൊള്ളുന്നുണ്ട്. കാരണം 4-5 ഗോൾ അടിക്കാനുള്ള ചാൻസുകളൊക്കെ ഞങ്ങൾ ഉണ്ടാക്കിയിരുന്നു. സോ ഞങ്ങൾ എല്ലാം കളിക്കളത്തിൽ സമർപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അഭിമാനത്തോടു കൂടി തന്നെയാണ് മടങ്ങുന്നത് എന്നും ഹാൻസി ഫ്ലിക്ക് പറയുന്നു. തീർച്ചയായിട്ടും വളരെ മികച്ച രൂപത്തിൽ തന്നെയാണ് ബാഴ്സലോണ കളിച്ചിട്ടുള്ള കാര്യത്തിൽ തർക്കമില്ല. മുഴുവൻ താരങ്ങളെയും ഡിഫൻസിലേക്ക് വലിച്ചുകൊണ്ട് സിമിയോണി ഒരുക്കിയ ഒരു ഡിഫൻസീവ് കെണി, അത് പൊട്ടിക്കാൻ 3 തവണ പറ്റി. പക്ഷേ 4ാം തവണ കഴിഞ്ഞില്ല എന്നുള്ളിടത്ത് മാത്രമാണ് ബാഴ്സലോണ പുറത്തേക്ക് പോകുന്നത്. ആദ്യ പാദത്തിലെ ആ കടം മാത്രമല്ല, ബാഴ്സ അന്നടിച്ചൊരു ഗോള് റഫറി തെറ്റായിട്ട് റൂൾഡ് ഔട്ട് ചെയ്തത് ഒക്കെ വലിയ തിരിച്ചടിയായി മാറിയിട്ടുണ്ട്. ഫ്ലിക്ക് പറഞ്ഞ പോലെ അഭിമാനത്തോടു കൂടി തല ഉയർത്തി തന്നെയാണ് ബാഴ്സ പുറത്തേക്ക് പോകുന്നത്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.